ഹിന്ദി പഠിച്ചാലേ കൃഷി ചെയ്യാൻ പറ്റൂ എന്നൊരു രീതിയാണ് ഇപ്പോൾ കൃഷിക്കാരന് വന്നിട്ടുള്ളത്. കർഷകൻ ചാണകം ഇടാനായിട്ട് ലേബറിൻ്റെ അടുത്ത് പറയുന്നത്, അവൻ ഹിന്ദിക്കാരനാണ്, ഇദ്ദേഹത്തിന് ചാണകത്തിൻ്റെ പേരറിയില്ല. ഞാൻ ഗോവയിൽ പോയപ്പോൾ കണ്ടത് ഒരു ഡ്രോൺ പറക്കുന്നതാണ്. സാറ് ഞങ്ങൾ തേങ്ങ ഇടുന്ന ഇത് വെച്ചിട്ടാണ്. സാറ് ഇന്നയ്ക്ക് താനേ ഓണം, അവനറിയാം, നമുക്കറിയില്ല. അവൻ അവിടെ കൃഷി ചെയ്യുന്നത് നമ്മളെ തീറ്റിക്കാനാണ്. ഇപ്പോൾ തമിഴ്നാട് പോകണമെങ്കിൽ അവർക്ക് റിസോഴ്സിനെ കുറിച്ച് ഭയങ്കര ജ്ഞാനമാണ്. അവർക്ക് വെള്ളം ഇത്രയേ ഉള്ളൂ, ഇത് വെച്ചുകൊണ്ട് ഞാൻ കൃഷി ചെയ്യണം. ഇവിടെയാണെങ്കിൽ മഴയാണ്, ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്, ഞാൻ എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? ആവശ്യമുള്ള സമയത്ത് ആ മഴയുടെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി. നവോത്ഥാൻ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി വന്ന ടെക്കീസാണ്. അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, ഫാമിംഗ് അറിയില്ല, പാട്ടം നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ നിയമത്തിൽ അത് അനുവദിക്കുന്നില്ല. കോവിഡ് വന്ന സമയത്ത് കേരളം അപ്പോഴാണ് ഉണർന്നത്. നമസ്കാരം. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പലരുടെയും നെറ്റി ചുളിയും. കാരണം അത് ഒരു മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് മലയാളി കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഊണിന് വളരെ പ്രാധാന്യവുമുണ്ട്. അതിന് എല്ലാ തരത്തിലുള്ള കറികളും വേണം, നല്ല ചോറ് വേണം, ഇല വേണം. അതിനു വേണ്ടിയിട്ട് അതിർത്തിയിലേക്ക് നോക്കി കാത്തിരിക്കുന്ന ഒരു മലയാളിയാണ് ഓരോ വിശേഷ അവസരങ്ങളിലും നമ്മുടെ ചുറ്റും കാണുന്നത്. ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. മലയാളി തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ടോ, അതിൻ്റെ സൂചനകൾ ചിലയിടങ്ങളിൽ കാണുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കേര പ്രൊക്യൂർമെൻറ്റ് ഓഫീസറുമായ സുരേഷ് തമ്പി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് പുതിയ കാര്യങ്ങൾ, ഭൂമിയിലെ കുറേ വിശേഷങ്ങൾ, കർഷകരുടെ അനുഭവങ്ങൾ, പ്രതീക്ഷകൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നമസ്കാരം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഈ വിഷയം കൃഷിയെക്കുറിച്ചൊരു അഭിമുഖം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, കൃഷിയായിട്ട് താല്പര്യമുള്ള ആളാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കൗതുകമുള്ളൊരു വാചകമുണ്ട്. കൃഷിയൊക്കെ മലയാളി പണ്ടേ വിട്ട സീനാണ് എന്ന്. ഇപ്പോൾ ഒരു പുതിയ ഭാഷയാണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ളൊരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പാടത്തു നിന്ന് മലയാളി കയറി വന്നിട്ട് കുറച്ച് നാളായി, പഴയ ഒരു അന്തരീക്ഷമില്ല. എന്താണ് സാർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അനാലിസിസ് നടത്തേണ്ടതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലൈസേഷനാണ് എപ്പോഴും കേരളത്തിൽ മിക്കവാറും എല്ലാ ആസ്പെക്റ്റിനെയും ജനറലൈസ് ചെയ്യും. അപ്പോൾ ജനറലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ പലപ്പോഴും നമുക്ക് കൃഷി എന്ന് പറയുന്നതിനെ നമ്മൾ ഈ രീതിയിൽ കാണുന്നത്. എൻ്റെ സർവീസ് കൃഷി ഓഫീസറായിട്ട് തുടങ്ങിയത് മുതൽ ഞാൻ ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇരിക്കുന്നത് വരയ്ക്കും ഏകദേശം 27-28 വർഷത്തിൻ്റെ ആ ഒരു ഗ്യാപ്പുണ്ട്, ദൈർഘ്യമുണ്ട്. ഈ ദൈർഘ്യത്തിനകത്ത് ഞാൻ കണ്ട കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം സർവീസിൽ കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കൃഷിക്കാർ 30 വയസ്സും 40 വയസ്സുമുള്ള ധാരാളം കൃഷിക്കാരുണ്ടായിരുന്നു. അവരുടെ വയസ്സിപ്പം നോക്കുക, ഇപ്പോൾ ഏകദേശം 70-75. അതിനകത്ത് കുറച്ച് പേരില്ല, കുറച്ച് പേര് ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അതായത് അവർ പറയുന്നത് ഇതാണ്, ഞാൻ വയസ്സായി സാറേ, എനിക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിക്കും മക്കൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ്, മക്കൾ ഒന്നിൽ ദുബായിലാണ്, ഇല്ലെങ്കിൽ അമേരിക്കയിലാണ്, ഇല്ലെങ്കിൽ ബാംഗ്ലൂരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവർ. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന കൃഷി എന്ന് പറയുന്നത് ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്നത് ഭൂരിഭാഗം പേരും ഈ പറയുന്ന പഴയ ജനറേഷനിലുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ കൃഷി എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഇപ്പോഴും അത് സുരക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒത്തിരി കാലങ്ങൾ, ഞാനിപ്പോൾ 27 വർഷം സർവീസിൽ തന്നെ കൃഷിയിലെ സ്കീമുകളായിരുന്നാലും കൃഷി രീതികൾ തന്നെയാണെങ്കിലും കൃഷിയിലെ പുതിയ ടെക്നോളജി ആണെങ്കിൽ ഒത്തിരി വന്നിട്ടുണ്ട്. ഇതിനെ എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ജനറേഷന് ഒരു പരിധിക്കപ്പുറം അതിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഈ പുതിയ ആൾക്കാർ, ഈ കർഷകർ തന്നെ അവരുടെ കുട്ടികളെ മിക്കവാറും ഈ രീതിയിലേക്ക് പറഞ്ഞു വിടുകയും, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ കൃഷിയിൽ ഇപ്പോഴും നിൽക്കുന്ന പഴയ ജനറേഷൻ ആയതുകൊണ്ട് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ അഡോപ്ഷൻ ഓഫ് ഒരു പുതിയ രീതികൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര ലിമിറ്റഡാണ്. ഇതൊരു വലിയൊരു സാധ്യതയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അതൊരു സാധ്യതയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു വലിയൊരു ഇൻ്റർവെൻഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ആ കൂടുതലായിട്ടുള്ള ഈ സാധ്യത മുതലാക്കാനായിട്ടാണ് ഇനിയുള്ള പദ്ധതികളും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. ജനറലൈസ് ചെയ്ത് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൃഷിഭൂമികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു എന്നെ വിളിക്കാറുള്ളൊരു ഹാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, അദ്ദേഹത്തിന് ആ സമയത്ത് 4 ഏക്കറോളം അദ്ദേഹത്തിനുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചു എത്ര കൃഷി ചെയ്യണം. പുള്ളി പറഞ്ഞു, ഞാൻ സാർ ഒരു 50 സെൻറ്റാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ ചോദിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എൻ്റെ മക്കൾക്ക്. അവരത് വിറ്റു. അവർക്ക് ആവശ്യം ബാംഗ്ലൂരിലും ദുബായിലും ഒക്കെ ഉള്ള ആവശ്യങ്ങൾ നിറവേറ്റായിട്ടായിരിക്കും എൻ്റെ ഭൂമി ഉപയോഗിക്കുക.
അപ്പം ഞാൻ ഈ 50 സെൻറ്റിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഈ കൃഷി എന്ന് പറയുന്നത് അദ്ദേഹം കമേഴ്ഷ്യലായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷിയെ അദ്ദേഹം ഇപ്പോൾ സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൃഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മാറ്റമാണ്. അതായത് ഈ പറയുന്ന തുണ്ടുഭൂമിക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് എത്രത്തോളം കമേഴ്ഷ്യൽ കൃഷി ചെയ്യാൻ സാധിക്കും. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ആരായിട്ടാ? തമിഴ്നാട്, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളുമായിട്ടാണ്. അവിടെ പറയുന്ന ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ അവർക്ക് വലിയൊരു തോട്ടം അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഈ അണുകുടുംബങ്ങളായിട്ട് മാറിയതിൻ്റെ ഒരു അണുകുടുംബം എന്ന് മാറിയതിൻ്റെ ഒരു കാര്യവും ഇത് തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു രീതി നമുക്ക് ഈ പറഞ്ഞ പല പരിഷ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഭൂമി നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ആ ഭൂമിയെ വീണ്ടും നമ്മൾ നമ്മുടെ അടുത്ത പാരമ്പര്യത്തിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കൃഷിയെക്കാട്ടിയും അവർക്ക് കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നുന്നതും ഇതിനെ നമ്മൾ വിൽക്കുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തുകൊണ്ടുണ്ടാകുന്ന എമൗണ്ട് വെച്ചുകൊണ്ട് അവനൊരു വേറൊരു സാധ്യതയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷിയെ ഈ കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന സീൻ എന്ന് പറയുന്നത് എനിക്ക് വലിയ അതിശയോക്തിയായിട്ട് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വേണം ഇനിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമായിരുന്നാലും ഇനിയുള്ള ഏത് പദ്ധതിയായിരുന്നാലും നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓണം വരാൻ പോകുന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം മലയാളി അതിർത്തിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അരിയുടെ കാര്യത്തിലാണെങ്കിലും പച്ചക്കറിയുടെ കാര്യത്തിലാണെങ്കിലും പഴങ്ങളുടെ കാര്യത്തിൽ വിശേഷ അവസരങ്ങളിലെല്ലാം ഓണം മാത്രമല്ല, റംസാൻ വരികയാണെങ്കിലും ക്രിസ്മസ് വരികയാണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു മലയാളിയാണ് നമ്മൾ കാണുന്നത്. അത് ചിലതെല്ലാം രേഖകളിൽ വളരെ അമ്പരപ്പിക്കുന്ന കണക്കുകളാണ്. നിങ്ങളുടെ തന്നെ രേഖയിൽ അത് ഞാൻ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്താണതിൻ്റെ യാഥാർത്ഥ്യം? കോവിഡ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പച്ചക്കറികളും കാര്യങ്ങളും വരുന്നത് വളരെ കുറവായിരുന്നു. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളം അപ്പോഴാണ് ഉണർന്നത്. അപ്പോഴേ എനിക്ക് തോന്നുന്നു കൃഷി ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പച്ചക്കറി കൃഷി നമ്മുടെ ടെറസിൽ ചെയ്യുക, ചെടിച്ചട്ടിയിൽ ചെയ്യുക, ഇതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പ്ലാവിൻ്റെ ചക്ക തൊട്ട് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഒരു മനുഷ്യൻ പറഞ്ഞ് പ്ലാവിൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ കറിയാക്കിയിട്ടുണ്ട് എന്ന്. അന്ന് പറയാറുണ്ട് നമ്മുടെ തൊടിയിൽ എത്ര മരങ്ങളുണ്ട്, എന്തെല്ലാം മരങ്ങളാണ് എന്ന് ആദ്യമായിട്ട് കണ്ട ഒരു കാലമായിരുന്നു കോവിഡ് എന്ന് പറഞ്ഞത്. ശരിക്കും ആ സമയത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മളെ ഒരു സ്വഭാവം വെച്ചിട്ട് റിസോഴ്സസ് നമുക്ക് കൂടുമ്പോഴത്തേക്ക് റിസോഴ്സിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവില്ല. ഇത് ഭയങ്കര ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഇപ്പോൾ തമിഴ്നാട് പോകണമെങ്കിൽ അവർക്ക് റിസോഴ്സിനെ കുറിച്ച് ഭയങ്കര ജ്ഞാനമാണ്. അവർക്ക് വെള്ളം ഇത്രയേ ഉള്ളൂ, ഇത് വെച്ചുകൊണ്ട് ഞാൻ കൃഷി ചെയ്യണം. ഇവിടെയാണെങ്കിൽ മഴയാണ്, ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്, ഞാൻ എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്, ആവശ്യമുള്ള സമയത്ത് ആ മഴയുടെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ എവിടെയാണോ റിസോഴ്സസ് കുറവായിട്ടുള്ളത് അവിടെയൊക്കെ ആയിരിക്കും വികസനം ഉണ്ടാവുക എന്ന് പലപ്പോഴും നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നാലേ ചെയ്യും. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം എത്രത്തോളം നമ്മൾ തമിഴ്നാടിനെയോ അല്ലെങ്കിൽ ആന്ധ്രയോ കർണാടകത്തിനൊക്കെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ അന്തരം ഒന്ന് പറയാമോ? അതെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ ജനസംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 30 ലക്ഷം ടണ്ണോളം നമുക്ക് പച്ചക്കറി ആവശ്യമാണ്. നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർഷം നമുക്കിവിടെ ഏകദേശം 13 ലക്ഷം ടണ്ണ് മാത്രമേ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നല്ലൊരു അന്തരമുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇപ്പോൾ ബനാന എല്ലാം കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 ലക്ഷം ടണ്ണോളം നമുക്ക് ആവശ്യമുണ്ട് ഒരു വർഷത്തേക്ക്. പക്ഷേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 14 ലക്ഷത്തോളേ ഉള്ളൂ. ഈ ഒരു അന്തരം അവിടെയുണ്ട്. ഈ ഒരു അന്തരം പലപ്പോഴും നമുക്ക് മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊരു കാഴ്ചപ്പാടിലാണ് എല്ലാവരും. അതിൻ്റെ റീസൺസ് ഒത്തിരിയുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ റീസൺസ് ഉണ്ട്. തുണ്ടുഭൂമികളാകാം, പലരും പുതിയ ജനറേഷൻസ് ഇവിടെ പലരും കൃഷി ഈ പറഞ്ഞതുപോലെ ലാഭകരമല്ല, ഇത് വളരെ നഷ്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അതിനെക്കാട്ടി റെമ്യൂണറേറ്റ് കിട്ടുന്ന സാധനങ്ങൾ വേറെയുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾ വേറെയുണ്ട്, അല്ലെങ്കിൽ മേഖലകൾ വേറെയുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ട്, ട്രെയിനിലൊരു യാത്ര ചെയ്താൽ മതി, കേരളം തൊട്ട് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് പോകുമ്പോൾ 2 സൈഡ് നോക്കിയാൽ അറിയാം ഭൂമി ഇങ്ങനെ കിടപ്പുണ്ട്. കൃഷിയോഗ്യമായ ഭൂമികൾ തന്നെയാണ്. അതൊരു ചെറിയൊരു എക്സാമ്പിൾ, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സാധനം. ഇതിനെ നമുക്ക് പൊട്ടൻഷ്യലാക്കി മാറ്റണമെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്യണം എന്ന് ഒരു മനസ്സ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുകയാണെങ്കിൽ, ആ ഒരു മനസ്സുണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഈ കേര എന്ന ഒരു സ്ഥാപനം, അതിൻ്റെ പ്രോജക്റ്റ് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അത്ര കാര്യമായൊരു ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ലക്ഷ്യം?
അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം? കാലാവസ്ഥാ വ്യതിയാനത്തെ ഇപ്പം നമ്മൾ കൃഷിക്കാരെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാലാവസ്ഥ മാറ്റമാണ്. ഈ മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ മാറ്റം നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് നമുക്ക് പല കൃഷി രീതികളോ അല്ലെങ്കിൽ കൃഷി മാർഗ്ഗങ്ങളോ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. അതിന് ഒരു ബദലായിട്ടാണ് കേര വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ വലിയൊരു പേരാണ്. വേറെ ഒന്നുമല്ല, ഇതൊന്നും ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന കൃഷി മാർഗ്ഗത്തിലൂടെ ഒരു വാല്യൂ ചെയിനിൻ്റെ, അതായത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് തൊട്ട് ഗുണഭോക്താവിന് കിട്ടുന്നത് വരയ്ക്കുമുള്ള ആ ഒരു ചെയിനിൻ്റെ ഒരു മോഡേണൈസേഷൻ, അതിനെ ഒന്ന് ഭംഗിയാക്കുക, മോഡേണൈസ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആദ്യം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന കൃഷി രീതി, ആ കൃഷി രീതി വരുമ്പോഴത്തേക്ക് കൃഷിയിലെ പ്രൊഡക്ഷൻ കൂടണം, ഉൽപ്പാദനം കൂടണം. ഇപ്പോൾ ഉൽപ്പാദനം പല സംസ്ഥാനമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രമാതീതമായിട്ടുള്ള മഴ, അതുപോലെ തന്നെ വേനൽ മാറി മാറി വരിക, ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലനം ചെയ്യാൻ പറ്റുന്നില്ല, കീടങ്ങളും രോഗങ്ങളും ധാരാളമായിട്ട് കേരളത്തിൽ വരുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഭയങ്കര കുറവായിട്ട് തോന്നും. ഇതിനെതിരെ നമ്മൾ ഒരു മാർഗ്ഗം അവലംബിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കേര പദ്ധതിയുടെ വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ കേര പദ്ധതിയിലൂടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. കാലാവസ്ഥ ഈ വ്യതിയാനങ്ങളെ ചെറുക്കുന്ന കൃഷി മുറകൾ നമുക്ക് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയായിരിക്കണം. ആ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? കൃഷി വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവ് ആവശ്യമാണ്. ആ ഒരു അറിവ് നമ്മൾ കൃഷി ഓഫീസർമാർക്ക് കൊടുക്കുകയും നേരിട്ട് കർഷകർക്ക് കൊടുക്കുകയും ആ കർഷകരും കൃഷി ഓഫീസറും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സമൂഹം എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൃഷിമുറകൾക്ക് വലിയൊരു മാറ്റം വരുത്തുക. അപ്പം യൂണിവേഴ്സിറ്റി പോലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പുറംനാടിലെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ചില കർഷകരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടുക്കിയിൽ പോയപ്പോഴത്തേക്ക് ഒരു കർഷകൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, സാർ എൻ്റെ തോട്ടത്തിലെ ജാതിക്ക ഒന്ന് നോക്കൂ. എന്നിട്ട് സാർ തൊട്ടടുത്ത പ്ലോട്ടുകൾ നോക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര വ്യത്യാസമാണ്. ഇദ്ദേഹത്തിൻ്റെ ജാതിക്കയെല്ലാം നല്ല മുഴുപ്പുള്ള നല്ല വലുപ്പമുള്ളതും ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. സാറേ, ഞാൻ റിലീസ് ചെയ്തൊരു വെറൈറ്റിയാണ്. ഞാൻ 10-14 വർഷം റിസർച്ച് നടത്തിയിട്ട് ഏറ്റവും നല്ല ജാതിക്ക തരുന്ന എൻ്റെ തോട്ടത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ജാതിയെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഞാൻ ഒരു സാധാരണ കർഷകൻ തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് അദ്ദേഹത്തിന് പ്രസിഡൻറ്റിൻ്റെ അവാർഡും കിട്ടി. ഇത് എത്ര കർഷകർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. ഇടുക്കിയിലുള്ള കർഷകർക്ക് പോലും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ ഇത് വിൽക്കുന്നുണ്ട്, അറിയാവുന്നവരൊന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ മൊത്തം കർഷകർക്ക് ഇത് അറിയിച്ചുകൂടാ? ഇത് കേര വഴി സാധിക്കും. ഇപ്പോൾ കേരയിൽ ഫാർമർ ഇൻവെൻഷൻസ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, മറ്റുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെൻറ്റ്സ്, ക്ലൈമറ്റ് റിലേറ്റഡ് ആക്ട്, ഇതെല്ലാം നമ്മളിവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, കേരളത്തിൻ്റെ കണ്ടീഷൻ അനുയോജ്യമായ രീതിയിൽ കൊണ്ടുവരിക. ഈ കേരയുടെ ആ ഒരു നബോധൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്, അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു തലക്കെട്ടായിട്ട് തോന്നി. നബോധൻ എന്ന് പറഞ്ഞാൽ പുതുപ്പണം, അതായത് തരിശായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പണം കൊണ്ടുവരാം, പണം അല്ലെങ്കിൽ വരുമാനം ലഭിക്കാം എന്നുള്ളൊരു പ്രോജക്റ്റാണ്. എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്? എത്രത്തോളം ഈ പറഞ്ഞതുപോലെ ഭൂമി അത്രത്തോളം കേരളത്തിലുണ്ടോ? കേരളം ഭൂമി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് പൊതുവെ പറയുന്നത്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നത് തരിശാറ്റ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഏകദേശം നമ്മുടെ കണക്കെടുത്തപ്പോൾ ഏകദേശം 97,000 ഹെക്ടർ സ്ഥലം, 97,000 ഹെക്ടർ സ്ഥലം ഇങ്ങനെ കൃഷിയോഗ്യമായ ഭൂമി കൃഷിക്ക് ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ കിടക്കുന്ന ഭൂമിയുടെ ഒരു 30% മതി കേരളത്തിൽ. ആ 30% നമ്മൾ പറയുന്നില്ല 97,000 ഹെക്ടർ നമ്മളെടുത്ത് കൃഷി ചെയ്യാൻ പോകണമെന്ന് ഒരിക്കലും ഈ പ്രസ്താവന അടിച്ചു കഴിഞ്ഞാൽ എങ്ങും ഏക്കില്ല എന്നറിയാം. അതിൻ്റെ ഒരു 10-20% നമ്മൾ കൃഷിയോഗ്യമായി കൊണ്ടുവരാം. കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ അന്തരമുണ്ട് നമ്മുടെ പച്ചക്കറിയുടെയും ആ അന്തരത്തിന് നമുക്ക് ഒരു പരിധി വരെ, ഒരു 90% വരെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സവാള അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് പുറത്തുനിന്ന് കൊണ്ടുവന്നേ പറ്റുള്ളൂ. പക്ഷേ അല്ലാത്ത സാധനങ്ങൾ തമിഴ്നാട്ടിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് അയൽ സംസ്ഥാനങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, അതിന് അനുയോജ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഭൂമി നമുക്ക് പലപ്പോഴും ഈ പറയുന്നത് കൊടുക്കത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ NRKs എടുക്കുകയാണെങ്കിൽ NRKയുടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭൂമിയിലാണ്. അപ്പോൾ എന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കോഴിക്കോടുള്ള ഒരു NRK വിളിച്ചിരുന്നു. അദ്ദേഹം പുറത്തുനിന്ന് തന്നെ വിളിച്ചത്, നവോത്ഥാൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി വിളിച്ചത്. എനിക്കൊരു 100 ഏക്കർ ഞങ്ങളെല്ലാവരും കൂടെ വാങ്ങിയിട്ടുണ്ട് ഫാമിലിയിൽ. ഒരു കോമ്പാക്റ്റ് ഏരിയയാണ്, കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് നവോത്ഥാൻ രജിസ്റ്റർ ചെയ്യും? അയ്യോ, എനിക്ക് ഒട്ടും വിശ്വാസം പോരാ കേരളത്തിലുള്ള ആൾക്കാരെ.
ഒത്തിരി പേര് എന്നെ പറ്റിച്ചിട്ട് പോയി. 100 ഏക്കർ വശം കൊണ്ട് പല കളികളും കളിച്ച് അദ്ദേഹത്തിൻ്റെ പൈസ കുറേ പോയി. ഇനി ഈ സാറും കൂടെ ഇത് പറഞ്ഞ് നവോത്ഥാനത്തിലെത്തിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ കുറേ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത് മുന്നോട്ട് വരാമെന്ന് ഏൽക്കുകയും ചെയ്തു. എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. നവോത്ഥാനം എന്താ? നവോ മീൻസ് നേരത്തെ സാർ പറഞ്ഞ പോലെ പുത്തൻ പണം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഈ ഒരു ആശയത്തിൻ്റെ പുറത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കർഷകനെയും കൃഷിഭൂമിയുള്ള ഉടമസ്ഥനെ നമ്മൾ കണ്ടെത്തുക. ആ കണ്ടെത്തുന്നത് ഈ 97,000 ഹെക്ടറിനകത്ത് എത്ര കർഷകരുണ്ട് എന്ന് നമുക്ക് യാതൊരു ധാരണയില്ല. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈഡ് പബ്ലിസിറ്റി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി നിങ്ങൾ വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമി കേരളത്തിലേക്ക് കർഷകന് കൊടുക്കൂ. അവൻ അതിനെ വിളയിച്ച് പൊന്നാക്കി തരും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടും. വെറുതെ കിടക്കുന്ന ഭൂമിക്ക് ഒരു 10,000 രൂപ ഏക്കറിന് കിട്ടുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു നേട്ടം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശയമാണ് മുന്നിട്ട് കണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന കുറവുകളെ നികത്താനായിട്ട് പച്ചക്കറിയുടെ ആയിരുന്നാലും ഫലവർഗ്ഗത്തിൻ്റെ ആയാലും കുറവുകൾ നികത്താൻ പറ്റുന്ന വലിയൊരു പ്രോജക്റ്റായിട്ട് ഇതിനെ കൺവേർട്ട്. ഒരു ഏക്കറിന് എത്ര രൂപ ഒരു വാർഷിക വരുമാനമായിട്ട് കിട്ടും? ഒരു ഏക്കറിന് സ്ഥലത്തിൻ്റെ അനുസരിച്ചായിരിക്കും. മൂവാറ്റുപുഴയൊക്കെ പോകണമെങ്കിൽ 30,000 രൂപ 40,000 രൂപ കിട്ടും. പൈനാപ്പിളുകാരവിടെയുണ്ട്. അവർക്കത് ആവശ്യമാണ്. ഭയങ്കര ഡിമാൻഡാണ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ 5,000 രൂപ കിട്ടും. ഡിമാൻഡ് വലുതായിട്ട് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ കർഷകർ വളരെ കുറവാണ്. പക്ഷേ ഈ പറയുന്ന കൃഷിയും അതുപോലെ തന്നെ സ്ഥലവും അനുസരിച്ചിട്ട് ഇത് മാറുകയും ചെയ്യും. 30,000 തൊട്ട് 5,000 2,000 വരെ നമ്മൾ ആൾക്കാർ ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നവോത്ഥാൻ്റെ പ്രത്യേകത എന്താ? കർഷകൻ വന്ന് ഈ പറയുന്ന കൃഷിഭൂമിയിൽ ഇത്ര രൂപ ഞാൻ ഉടമസ്ഥന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാർ ഏറ്റെടുത്ത് ആ കരാർ വഴി നടപ്പിലാക്കുന്നു. ഇതാണ് നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കരാർ എന്ന് പറയുന്നത് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ആണ്. അവിടെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പാട്ടവുമായിട്ടുള്ള പാട്ടമല്ല. പാട്ടം നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ നിയമത്തിൽ അത് അനുവദിക്കുന്നില്ല. ആരെങ്കിലും ഇവിടെ പാട്ടകൃഷി ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ള പേപ്പറിൽ എഴുതി ഇന്ന ഇത്ര കാലത്തേക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. ഇതെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞ് കോടതി പോയി കഴിഞ്ഞാൽ കൊടുത്തവനും ഈ ഇല്ലാത്തവനും ഒന്നും അത് ബാധകമല്ല. ഇത് ആ ഒരു സാധനം ബാധകമല്ല. അതുകൊണ്ട് നമ്മൾ സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് അത് എങ്ങനെ കോൺസെപ്റ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും നമ്മുടെ കളക്ടർ ബ്രോ പ്രശാന്ത് സാറിനെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു. ഞാൻ സാറുമായിട്ട് കുറേ നാൾ ഞാൻ വർക്ക് ചെയ്തതിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു, സുരേഷ് ഇത് എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സാറും കൂടെ ഇരുന്നതിന് ശേഷം സാറിൻ്റെ മനസ്സിൽ നിന്ന് വന്നൊരു ആശയമായിരുന്നു, വെറുതെ കിടക്കുന്ന ഭൂമി എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നതും. ഈ ഒരു ആശയവും ഈ ഒരു പേരും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ക്രെഡിറ്റ് ഫുള്ളായിട്ട് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കുക. അങ്ങനെ ഈ നവോത്ഥാനിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ധാരാളം ആൾക്കാർ നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഏക്കറിന് 10,000 5,000 രൂപ കിട്ടും എന്ന ഒരു രീതിയിൽ ഒരു സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ സാറ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അടുത്ത് ഉള്ള പല ഹോട്ടൽസ് നോക്കിയാൽ 5 സ്റ്റാർ ഹോട്ടൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെ ഒക്കെ ഉടമസ്ഥൻ വേറെ ആൾക്കാരാണ്. ഇതിനകത്ത് 10 വർഷം 15 വർഷം ലീസ് എടുത്തിട്ടാണ് ഹോട്ടൽ താജ് ആയിരുന്നാലും ഹയാത്ത് ആയിരുന്നാലും ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മുടെ ഭൂമി ഒരാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ഭൂമിയിൽ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കർഷകനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആ കർഷകൻ എന്താ ചെയ്യുന്നത്? അവിടെ നിലം ഒരുക്കുന്നു, അവിടെ പാടം അല്ലെങ്കിൽ പറമ്പ് ഒരുക്കുന്നു, അവിടെ കൃഷി കംപ്ലീറ്റ് കളകൾ മാറ്റുന്നു, കൃഷി തുടങ്ങുന്നു, തൈകൾ നടുന്നു, അതിനുശേഷം അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്നു, അതിനെ പരിപാലിക്കുന്നു, കീടങ്ങൾക്കെതിരെയും രോഗങ്ങൾക്കെതിരെയും അദ്ദേഹം റെമഡീസ് എടുക്കുന്നു, അതിനുശേഷം ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് ലെവൽ എഗ്രിമെൻറ്റിനകത്ത് വരുന്നത്. ഇപ്പോൾ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കർഷകൻ എപ്പോഴും ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങളുടെ ഭൂമി ഞാൻ വെറുതെ കളനാശിനിയോ ഒത്തിരി വളങ്ങൾ ഉപയോഗിച്ചു ഞാൻ ഒരു രീതിയിലും അതിനെ കേടാക്കില്ല, നിങ്ങളുടെ മണ്ണ് നാളത്തെ ജനറേഷന് വേണ്ടിയിട്ട് ഞാൻ കീപ്പ് ചെയ്യും എന്ന ഒരു ആസ്പെക്റ്റ് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിൽ എൻവയോൺമെൻറ്റിനെയും കുറച്ച് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ ഒരു പാട്ടകൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒരു കർഷകൻ ഒരു വർഷം കൊണ്ട് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കും ആ ഭൂമിയിൽ നിന്ന്. മാക്സിമം വളമിട്ട് കൊടുക്കുക, മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുക, അവന് മാക്സിമം ആദായം കിട്ടുക, എന്നിട്ട് പോവുക ആ സ്ഥലം ഉപേക്ഷിച്ച്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞങ്ങൾ സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സോയിൽ ടെസ്റ്റിംഗ് ചെയ്യണം, അതനുസരിച്ച് മാത്രമേ വളപ്രയോഗം ചെയ്യാൻ പറ്റുള്ളൂ, മോണിറ്ററിങ് ചെയ്യണം, കൃഷി ഓഫീസർമാരോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരോ ഇതിനകത്ത് മോണിറ്ററിങ് ഉണ്ടാവും. ഈ രീതിയിലെല്ലാം നമ്മൾ സർവീസ് ലെവൽ എഗ്രിമെൻറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇവരെ നമ്മൾ അകത്തോട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഇത്ര നാളത്തേക്ക് കൃഷി ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കൃഷി തുടങ്ങുക. ഇതിൽ ലോകബാങ്കിൻ്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? ലോകബാങ്കിൻ്റെ പങ്കാളിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകബാങ്കിൻ്റെ ഈ കേര പ്രോജക്റ്റിനകത്ത് ലാൻഡ് റിഫോം പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്. നവോത്ഥാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു കമ്പോണൻറ്റ് വച്ചിരിക്കുന്നത്, ഘടകം വച്ചിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് റിഫോമിൽ ലാൻഡ് പോളിസിയിൽ റിഫോംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ റിഫോം എന്ന് പറയുന്നത് നമ്മൾ നവോത്ഥാനം കൊണ്ടുവന്നു.
ആ ലാൻഡ് പോളിസി റിഫോം കേരളത്തിൽ ആവശ്യമാണ് എന്ന് കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഒരു മാറ്റം അനിവാര്യമാണെന്നും ആ മാറ്റം നവോത്ഥാനത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നും ഒരു കൺസെപ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേൾഡ് ബാങ്കുകാർ പറഞ്ഞു ആദ്യം ഈ നവോത്ഥാൻ പദ്ധതി നടപ്പിലാക്കുക, അതിന് വേണ്ടിയിട്ട് കർഷകർക്കും ഭൂവുടമകൾക്കും നല്ലൊരു ക്യാമ്പയിനിങ് കൊടുക്കുക, അവരെ ഇതിലേക്ക് കൂടുതൽ ഓൺബോർഡ് ചെയ്യുക, അതിനുശേഷം ഡോക്യുമെൻ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ആവശ്യം. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഒരാൾ നവോത്ഥാൻ വഴി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം, കേരളത്തിൻ്റെ നേട്ടം ഇതാണ് എന്ന് ഡോക്യുമെൻ്റ് ചെയ്യുകയും ആ ഡോക്യുമെൻറ്റേഷൻ വഴി കേരളത്തിലെ എല്ലാവർക്കും ഒരു മാതൃകയായി ഈ ഒരു പദ്ധതി മാറണം എന്നൊരു വലിയൊരു കോൺസെപ്റ്റ് നമ്മുടെ ഈ കേരളക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് വേൾഡ് ബാങ്കുകാർ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എത്രയാണ് ഫണ്ടിൻ്റെ ടോട്ടൽ നമ്മുടെ 2365 കോടിയാണ് കേരളയുടെ പദ്ധതിയുടെ ഇതിനകത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 2-3 കോടി രൂപ ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ടാണ്. ഏത് സമയത്താണ് ഇത് തുടങ്ങിയത്? ഇത് തുടങ്ങിയത് 2024 തൊട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ അത് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ കാലോചിച്ച നവോത്ഥാൻ കൃഷി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണെങ്കിലും ഇതിൻ്റെ ഒരു SPV ആയിട്ട്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ക്യാപ്കോയാണ്, കേരള അഗ്രോ ബിസിനസ് കമ്പനിയാണ് നമ്മൾ ഇതിൽ വച്ചിട്ടുള്ളത്. അപ്പം ക്യാപ്കോ വഴിയിട്ടാണ് ഈ പറയുന്ന രജിസ്ട്രേഷനും ഈ പറയുന്ന ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ക്യാപ്കോ, ഫാർമർ ആൻഡ് ലാൻഡ് ഓണർ, ഇത് മൂന്നും കൂടെ ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്യാപ്കോയുടെ ഒരു വർക്കിംഗ് വളരെ സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ടും അതിനകത്തൊരു അവർക്ക് കുറേ ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു, മുന്നോട്ട് പോകാനായിട്ട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ നീക്കിയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നവോത്ഥാനം ചെറിയൊരു സ്ലോ പ്രോസസ്സിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ഒരു 2 വർഷത്തേതുകൊണ്ട് ഏകദേശം 4700 ഏക്കറോളം നവോത്ഥാനിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അതായത് ഫാലോ ലാൻഡ് അല്ലെങ്കിൽ തരിശാറ്റ് കിടക്കുന്ന ഭൂമി ഏകദേശം 4700 ഏക്കറും അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കർഷകരായിട്ടുള്ള ഏകദേശം 220ഓളം കർഷകരും രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ പ്രശ്നം എന്ന് വയ്ക്കുകയാണെങ്കിൽ ഈ 220 കർഷകർക്കും ഈ പറഞ്ഞ ഓരോ ജില്ലയിലുള്ള കർഷകരാണ്. നമുക്ക് ആ ജില്ലയിൽ ചിലപ്പോൾ ഭൂമി കാണത്തില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കർഷകർക്ക് അല്ല, എത്ര ഏക്കർ വരെ, മിനിമം എത്ര, മാക്സിമം എത്ര, അങ്ങനെ എന്തെങ്കിലും കണക്കുകളുണ്ടോ? നമ്മൾ ഒരു സാധാരണ ഒരാൾ ഭൂമി എടുക്കണമെങ്കിൽ മിനിമം ഒരു 50 സെൻറ്റെങ്കിലും ഇല്ല എങ്കിൽ അദ്ദേഹം ഭൂമി ഈ പറഞ്ഞ പോലെ സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് ഏറ്റെടുക്കില്ല. അപ്പം നമ്മളൊരു 50 സെൻറ്റെങ്കിലും മിനിമം, നമ്മളൊരു 10 ഏക്കറിൻ്റെ ഒരു പ്ലോട്ട് എന്ന രീതിയിലാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ടെക്നോ പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് 10 ഏക്കേഴ്സ് വെച്ചിട്ടായിരിക്കും ഓരോ കമ്പനികൾക്ക് കൊടുക്കുന്നത് പോലെ 10 ഏക്കർ ഒരു ഫാർമർ എടുക്കുകയാണെങ്കിൽ, കാരണം വെച്ചാൽ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കർഷകരുമായിട്ട് നല്ലൊരു സംവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് 50 ഏക്കർ 60 ഏക്കറൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഫസ്റ്റ് ചോദ്യത്തിന് ഉള്ളൊരു ഉത്തരമായിരുന്നു ഇത്. കാരണം ഇത് കമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ ഈ 50 സെൻറ്റിൽ 20 സെൻറ്റിലൊന്നല്ല ചെയ്യുന്നത്. ഒരു 50 ഏക്കർ 60 ഏക്കർ 25 ഏക്കർ ഇങ്ങനെ ചെയ്യുന്ന കർഷകരുണ്ടായിരുന്നു. അത് മെയിനായിട്ട് ചെയ്യുന്നത് തണ്ണിമത്തൻ ചെയ്യുന്നുണ്ട്, വാഴ ചെയ്യുന്നുണ്ട്, പച്ചക്കറി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രിസിഷനായിട്ട് നാളെ കൃത്യത കൃഷി എന്ന് പറയുന്ന ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് ഇവരെല്ലാവരും. എങ്ങനെ 50 ഏക്കർ കൃഷി ഇവിടെ നമ്മുടെ ലേബറെ വെച്ച് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും വല്ല, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റും. അവർ കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ, മൾച്ചിങ്, ഇതൊക്കെ മാക്സിമം. ഇതുപോലുള്ള വലിയ കമ്പനികൾ ഇത്തരം കൃഷികളിലേക്ക് ഇറങ്ങിയിട്ടില്ലേ? ഇപ്പോൾ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെ ഒരു കമ്പനിയുടെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നല്ല മാക്സിമം ലാഭം ഉണ്ടാക്കുക. അതെവിടെയാണ് കിട്ടുന്നത്? തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ലേബർ ചീപ്പാണ്, അവിടെ റിസോഴ്സസ് ചീപ്പാണ്, അവിടെയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ആ രീതിയിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ലെവലൊന്നും വന്നിട്ടില്ല. പ്ലാന്റേഷൻ സെക്ടറിൽ ഓക്കെ, കോഫി, കാർഡമം അതിലൊക്കെയുണ്ട്, പക്ഷേ ടീയിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ മറ്റുള്ള കൃഷിയിലേക്ക് കമ്പനിയുടെ ഒരു ഇൻ്റർവെൻഷൻസ് ഒന്നും വന്നിട്ടില്ല. കർഷകർ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ VFPCK പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ, അതിലൊക്കെ വർക്ക് ചെയ്യുന്ന അവർ വെജിറ്റബിളും ഫ്രൂട്ട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പം അവിടെ അവർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള കർഷകരാണ് ഈ പറഞ്ഞ 50 ഏക്കറും 25. എനിക്കൊരു അറിയാവുന്നൊരു പയ്യനുണ്ട്, ജിജേഷ് എന്ന പേര്, തൃശ്ശൂരുള്ളത്. പുള്ളിക്ക് അറൗണ്ട് ഒരു 40-42 ഏജേ ഉള്ളൂ. പുള്ളി ചെയ്യുന്ന 60 ഏക്കറിലൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറൊക്കെ കണ്ടാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും. ലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ. ഈ കോവിഡിൻ്റെ സമയത്ത് അതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ IT ഫീൽഡിലുള്ള ആളുകൾ പലരും, അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾ, കുറേ ചെറുപ്പക്കാർ, അവരിവിടെ വന്നിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കഥകളൊക്കെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാമോ? അല്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ നവോത്ഥാൻ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി വന്ന ടെക്കീസാണ്. അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, ഫാമിംഗ് അറിയില്ല. അപ്പോൾ ഫാമിംഗ് മാത്രം നമ്മളൊരു ഗൈഡൻസ് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവർ ചെയ്തോളും. ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് ഞങ്ങൾ കേരളയിൽ കൂടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നവോത്ഥാനിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അതായത് ഒരു ഫാലോ ലാൻഡ് കൊടുക്കുകയാണെങ്കിൽ
ഒരു തരിശ് നിലം കൊടുക്കുകയാണെങ്കിൽ, സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏത് കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, ഒരു മോഡൽ അവൻ ക്രിയേറ്റ് ചെയ്യും. ആ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ മോഡലിൽ അവൻ ഹാൻഡ് ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിലേക്ക് ഒരു കർഷകൻ ഒരു ഭൂവുടമസ്ഥൻ കൊടുക്കുകയാണെങ്കിൽ ഒരു കർഷകൻ റെഡിയാണ്, ഒരു ടെക്കി റെഡിയാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അദ്ദേഹത്തിനകത്ത് ഓൺബോർഡ് ചെയ്തിട്ട് പുള്ളി ആ സ്റ്റാർട്ടപ്പിൽ ഓൺബോർഡ് ചെയ്തിട്ട് പുള്ളിക്ക് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും കൊടുത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ന ദിവസം നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ഈൽഡ് കിട്ടും, ഇന്ന ദിവസം ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് വിൽക്കാൻ പറ്റും. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. പുതിയ ആൾക്കാർക്ക് ഈ പറയുന്ന ടെക്കീസിനൊക്കെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഈ ഒരു കൃഷിയിൽ. അത് നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു റെട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ നമ്മൾ കേര വഴി 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവൻ ഇൻക്യുബേറ്റ് ചെയ്ത് കേരള കണ്ടീഷൻ നവോത്ഥാൻ്റെ ഈ ഒരു പദ്ധതിയുടെ കൂടെ അദ്ദേഹത്തിനെയും കൂടെ നമ്മൾ ഒരു ചെറിയൊരു ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ശ്രീനാരായണ സ്കൂളും കോളേജസൊക്കെ കുറച്ച് പേരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അതായത് അവരുടെ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ഫാലോ ലാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ. ഇപ്പം ഞങ്ങൾ അവരെ ഫീൽഡിൽ വിട്ടിരിക്കുകയാണ്. ഓരോ കുട്ടികൾ ഒരു പഞ്ചായത്തിൽ പോയിട്ട് ഇത് ആരുടെ ലാൻഡാണ്, ഫാലോയിട്ട് കിടക്കുന്ന ലാൻഡ് ആരുടെ ആണെന്ന് കണ്ടെത്തുക. എന്നിട്ട് ആ കണ്ടെത്തിയുള്ള ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യും. സംസ്ഥാന വ്യാപകമായി അതിന് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിട്ട് ഇവർ ഫീൽഡിലാണ്. എന്നിട്ട് ഇപ്പോൾ ഓരോ പഞ്ചായത്ത് തീർത്ത് വരികയാണ് ഈ കുട്ടികൾ. അവർക്ക് 3 മാസത്തിൻ്റെ ഒരു സ്റ്റഡി പോലെയാണ്. അപ്പോൾ 3 മാസം കൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും, അത് എഫക്റ്റീവ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യിക്കാനായിട്ട് നമുക്ക് പെയ്ഡ് ഇൻറ്റേൺസിനെ വയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ ഒന്ന് നോക്കുകയാണ്, പരീക്ഷണം പോലെ. എല്ലാ സർവീസിലും ഡിജിറ്റൽ സർവീസിലും എല്ലാം ഫാലോ ലാൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ആരുടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഫീൽഡ് ലെവലിൽ വാലിഡേഷൻ ചെയ്യണം. അതിപ്പോൾ ഈ പിള്ളേർ ചെയ്യണം. അവർക്കറിയാം ഇന്ന സ്ഥലത്ത് പഞ്ചായത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. അത് പോയിട്ട് ഇവരിപ്പോൾ ആരുടേതാണ്, അദ്ദേഹത്തിൻ്റെ പേര്, പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെ കാണുക, സംസാരിക്കുക, നവോത്ഥാൻ സ്കീം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഓൺബോർഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം കൂടെ നടക്കുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ് പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞു. ഈ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അത് നിരന്തരമായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു, അതുപോലെ മലയിടിച്ചിൽ വന്നു, ഉരുൾപൊട്ടൽ വരുന്നു. ഈ ഇത്തരം സംഭവങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൃഷി എന്ന് പറയുന്നത് ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് അനിശ്ചിതത്വം അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ മറികടക്കാൻ പറ്റും? ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ് കേര. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കേരയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം കേരയിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് കൃഷിയിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബേസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ഏകദേശം 22ഓളം വിളകൾക്ക് ഏത് രീതിയിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ആയിരിക്കാം, പ്രൊഡക്ഷനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ അതിന് പെസ്റ്റ് ആൻഡ് ഡിസീസ്, ഇങ്ങനെയുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ചെടിക്ക് ഉണ്ടാകുകയും അതനുസരിച്ച് എത്രത്തോളം പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രോപ്പ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് നടത്തി അതിൻ്റെ ഫൈനൽ സ്റ്റേജായി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരു ടൊമാറ്റോ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വഴുതനയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വെണ്ടയാണെങ്കിലോ അതിന് ഇന്ന കാര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ അതിന് പ്രൊഡക്ഷൻ കുറവ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റം മൂലമാണ് ഈ വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കേരളത്തിലെ ഉടനീളം ഒരേ വെറൈറ്റി നമ്മൾ ചെയ്യാൻ പാടില്ല. ആ വെറൈറ്റികൾ മാറ്റം വരണം. അതെങ്ങനെ മാറ്റം വരണം അത് കണ്ടെത്തണം. അതായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഏതാണ് വെണ്ടയുടെ വെറൈറ്റി, ഏറ്റവും നല്ല വെറൈറ്റി ഏതാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ? ഇപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് മാറ്റങ്ങൾ നമുക്കറിയാം. ഈ മാറ്റത്തിൽ ഏറ്റവും നല്ലോണം ത്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലോണം പെർഫോം ചെയ്യുന്നത് ഏത് വെണ്ട ഇനമാണ്, അതിന് ഏത് വളമാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അത് 2-3 വർഷം കൊണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഒരു 3-ാമത്തെ വർഷം ആകുമ്പോൾ, ഏകദേശം 2028 അല്ലെങ്കിൽ 2029 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മുന്നോട്ട് വയ്ക്കും. ഒരു കർഷകൻ ഈ പഞ്ചായത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ വേണം കൃഷി ചെയ്യാൻ. കേരളത്തിൽ നമ്മൾ 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഏകദേശം കാലാവസ്ഥയും അവിടുത്തെ വിളകളെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതിനാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 23 യൂണിറ്റ് ഉണ്ട്. ഈ ഓരോ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള കൃഷിമുറകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് കേരളയിൽ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകുന്ന ഈ യൂണിറ്റിൽ സ്ഥിരമായി ഫ്ലഡ് ഉണ്ടാകുന്നു, സ്ഥിരമായി കാറ്റടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് കൃഷിയായിരിക്കണം അവിടെ ചെയ്യേണ്ടത്, അത് ഏത് ഇനമായിരിക്കണം അവിടെ ചെയ്യേണ്ടത്, ഏത് വളമായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്, ഇതെല്ലാം വളരെ വ്യക്തമായി കർഷകന് പറഞ്ഞു കൊടുക്കും. അതുമാത്രമല്ല, കേരളയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇനി കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർകാസ്റ്റിങ്.
അതായത് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കാറ്റടിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇന്ന ഭയങ്കര വെയിലായിരിക്കും, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം കൃഷിയിൽ, നിങ്ങൾ വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഇന്ന കൃഷിയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇറിഗേഷൻ പ്രോപ്പർ ആക്കണം എന്നുള്ളൊരു ഫോർകാസ്റ്റിംഗ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ കൃഷി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സർവീസും നമ്മുടെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആവശ്യകതയുമാണ്. ഇത് നമ്മൾ കേര വഴി സാധ്യമാക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും വെതർ സ്റ്റേഷൻസ് എത്രത്തോളം ഇപ്പം നിലവിലുണ്ട്, ആ വെതർ സ്റ്റേഷൻസ് മതിയാകില്ല. കൂടുതൽ വെതർ സ്റ്റേഷൻസും കൂടെ നമ്മൾ കേര വഴി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് എല്ലാ പഞ്ചായത്തിലെയും വെതർ ഡേറ്റാസ് അക്വയർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് കൊടുക്കാനായിട്ട് കൃഷി വകുപ്പിന് സാധിക്കും. അതൊരു 3 വർഷം കൊണ്ട് കേര വഴി നടപ്പിലാക്കാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റമായിരിക്കും. അപ്പം കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അറിവ് കിട്ടുന്നു, പുതിയ കൃഷി രീതികൾ കിട്ടുന്നു. ഈ കൃഷി രീതികളൊക്കെ വരുമ്പോഴത്തേക്ക് അവൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. അതിനുശേഷമായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇതെവിടെ കൊണ്ട് വിൽക്കും. അടുത്ത കേരയുടെ ഇൻ്റർവെൻഷൻ വിൽക്കുന്നത് എവിടെയായിരിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ കേരയിൽ വളരെ വ്യക്തമായിട്ട് ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ 50 സെൻറ്റ് 60 സെൻറ്റേ കാണത്തുള്ളൂ. അവനെ വെച്ചുകൊണ്ട് നമുക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കൃഷിക്കാരൻ്റെ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. ആ കൂട്ടായ്മ ആർക്ക് കൊടുക്കുന്നു എന്ന് കേര നിശ്ചയിക്കും. അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് കർഷക കൂട്ടായ്മ ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാർമറിൻ്റെ ഒരു കമ്പനി ഉണ്ടാകും, ഇടനിലക്കാരില്ലാത്തൊരു കമ്പനി. ആ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് ഒരു പ്ലെയർ ഉണ്ടാകും. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അത് കേരയുടെ 150 ഇതുപോലുള്ള കണക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേരയുടെ 2030 ആകുമ്പോഴത്തേക്ക് കേര വിഭാവനം ചെയ്തിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും ഇന്നലെയും എല്ലാം ഞങ്ങൾ ഫീൽഡിലായിരുന്നു ഇത് പറഞ്ഞു കൊടുക്കാൻ കർഷകന്. അതായത് കൃഷി രീതികൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട്, അത് മാറ്റാൻ കേര സഹായിക്കും. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം എല്ലാവർക്കും അറിയാം, പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാലാവസ്ഥ മാറുന്നു, ഞാൻ നേരത്തെ കൃഷി ഇറക്കണോ, താമസിച്ച് കൃഷി ഇറക്കണോ, എപ്പോഴാണ് കൃഷി ഇറക്കണം, ഇതെല്ലാം അവരുടെ ചിന്താഗതി മാത്രമേ ഉള്ളൂ. നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. ആ ഒരു പറഞ്ഞു കൊടുക്കലായിരിക്കണം കേരയിൽ നിന്നുണ്ടാകേണ്ടത്. അതിനുശേഷം അവൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴത്തേക്ക് ആ ഉൽപ്പന്നം എവിടെ വിൽക്കണം എന്ന് കൃഷി വകുപ്പിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുപോലെ വേറെ നേട്ടമൊന്നുമില്ല. കാരണം കർഷകന് ഏറ്റവും കൂടുതൽ ആവശ്യം ഇവിടെ എന്താ, സാധനം വിറ്റ് പോകുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന സാധനങ്ങൾ നമ്മുടെ സാധനമായിട്ട് കമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, എക്സാമ്പിൾ എടുത്താൽ വാഴക്കുല, ഓണമാകുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ഹോർട്ടികോർപ്പിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ പോയി ഈ ഫാർമറെ കാണുമ്പോൾ അവർ പറയും, സാറ് ഇന്നയ്ക്ക് തന്നെ ഓണം അവനറിയാം, നമുക്കറിയില്ല. അവൻ ഓണത്തിൻ്റെ കണക്ക് അവൻ വളരെ വ്യക്തമല്ല. അവൻ അവിടെ കൃഷി ചെയ്യുന്നത് നമ്മളെ തീറ്റിക്കാനാണ്. പക്ഷേ ഇത് നമ്മൾ പ്രാവർത്തികമാക്കാറില്ല. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല, അവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു ചിന്ത മാത്രം. അങ്ങനെ ഒരു മാറ്റം ഇനി നമ്മുടെ കർഷകനും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൃഷിമുറകൾ മാറ്റിക്കൊണ്ട് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് നമ്മുടെ കർഷകൻ്റെ പ്രോഡക്റ്റുകൾ ഇന്ന ആൾ വാങ്ങാനായിട്ടും ഇന്ന ഗുണഭോക്താവിന് കിട്ടുന്ന രീതിയിലേക്ക് കൃഷിയെ മാറ്റിക്കൊണ്ട് വരികയാണെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ കേരയ്ക്ക് സാധിക്കുമെന്നുള്ള വലിയൊരു വിശ്വാസമാണ്. അതിന് പ്രൊഡക്റ്റീവ് അലയൻസ്, അഗ്രി പാർക്ക്, MSME ഇങ്ങനെ കുറേ നമ്മുടെ സംഘങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ കേര വഴി ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് വലിയ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. കർഷകൻ്റെ കൃഷിമുറകൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ, എവിടെ വിൽക്കണമെന്നും കൂടെ നമ്മൾ തീരുമാനിക്കാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് കേരയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ നേരത്തെ ലോകബാങ്കിൻ്റെ സഹായത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ ലോകബാങ്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടോ? അതെ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊക്ര എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ അത് ആൾമോസ്റ്റ് എനിക്കൊന്ന് തീരാറായെന്ന് തോന്നുന്നു. തെലങ്കാനയിൽ ചെയ്യുന്നുണ്ട്, ഉത്തരാഖണ്ഡിൽ ചെയ്യുന്നുണ്ട്. പല ഭാഗത്തും വേൾഡ് ബാങ്കിൻ്റെ ഇൻ്റർവെൻഷൻ എല്ലാം ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കൂടുതലും വരുന്നത് ക്ലൈമറ്റ് റെസിലിയൻറ്റ്. കാരണം വെച്ചാൽ അവരുടെ കൂടുതൽ ചിന്ത മുഴുവനും ക്ലൈമറ്റ് മാറ്റങ്ങൾ കൊണ്ട് ആ മാറ്റത്തിനെ എങ്ങനെ നമുക്ക് കൃഷിയിൽ കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വലിയൊരു താല്പര്യത്തിൻ്റെ പുറത്താണ്. ഇത്തരം ഇതുപോലെയുള്ള ഈ കാർഷിക പ്രശ്നങ്ങൾ, ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഷിക പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലും വ്യാപകമായിട്ട് നടക്കുന്നില്ലേ? അതെ അതെ. അതെങ്ങനെയാണ് അവിടുത്തെ കർഷകർ നേരിടുന്നത്? അങ്ങനെ എന്തെങ്കിലും പുറമേയുള്ള രാജ്യങ്ങളിലെ അനുഭവങ്ങളുണ്ടോ? അല്ല, ഈ വേൾഡ് ബാങ്കിൻ്റെ പല പ്രോജക്റ്റുകളും മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല തീംസ് ആയിരിക്കും നമുക്ക് അടുത്ത പ്രോജക്റ്റിലേക്ക് അവർ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ കേരയിൽ നോക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറയുന്ന ഒരു പാടത്ത് നെൽകൃഷി ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് വിയറ്റ്നാമിൽ ചെയ്ത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അവിടെ വിയറ്റ്നാമിൽ ഈ പറഞ്ഞതുപോലെ വെള്ളം ചില സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എല്ലാ കർഷകനും. പാടത്ത് നെൽകൃഷി ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമാണ്.
പക്ഷേ എല്ലാ കർഷകനും കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ഉള്ള വെള്ളത്തിന് എല്ലാവർക്കും യൂസ് ചെയ്യാം. അങ്ങനെയാണ് ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. അതായത് വെള്ളം ഇടയ്ക്ക് ഇറക്കുക, ആവശ്യമുള്ള സമയത്ത് മാത്രം കയറ്റുക. നമ്മുടെ ഒരു മനസ്സിൽ നെൽകൃഷി എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പാലക്കാട് ഏകദേശം 20,000 ഹെക്ടർ സ്ഥലത്ത് ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം രണ്ടാം വിളയ്ക്ക്, അതായത് മുണ്ടകൻ ജലസേചന കനാലിൽ കൂടെയുള്ള വെള്ളം യൂസ് ചെയ്ത് നെൽകൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതിന് എത്രത്തോളം ഫലവത്തായി ഈ വെള്ളത്തിന് ഉപയോഗിക്കാം, വാട്ടറിനെ കൺസർവ് ചെയ്യാം എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് കർഷക കൂട്ടായ്മയും ഒരു ബിസിനസ്സുകാരനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഇത് സക്സസ്ഫുള്ളായിട്ട് വേൾഡ് ബാങ്കുകാർ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതായത് ഒരു കർഷക സംഘത്തിനെ ഒരു ബിസിനസ്സുകാരനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് ലോകബാങ്കിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയെ നമ്മൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരള കണ്ടീഷനിൽ അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നമായിട്ട് പറയുന്നത്, ഒരു വലിയ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഭരണമാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ മുൻ സർക്കാരിൻ്റെ പല പദ്ധതികളും ചിലപ്പോൾ ഒരു പുനരാലോചനയ്ക്ക് ശേഷം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു മെല്ലെപ്പോക്ക് വരികയോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, ഇത് 2030 തീരുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഒരുപാട് ഒരുക്കങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ, മനുഷ്യാധ്വാനം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരണം മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. ഇല്ല, ഇതിനകത്ത് കാണേണ്ടത് അൾട്ടിമേറ്റായിട്ട് കർഷകൻ തന്നെയാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത്. ആര് ഭരിച്ചാലും ഏത് ഭരണം വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ട ഏറ്റവും നമ്മൾ വില കൽപ്പിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു വിഭാഗമാണ് കർഷകരെന്ന് പറയുന്നത്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും അതിന് യാതൊരു വിധ തടസ്സമുണ്ടാകാൻ പാടില്ല എന്ന് ശടിക്കുന്ന കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പുമാണ്. അതുകൊണ്ടൊരു ഭരണമാറ്റം ഒരിക്കലും ഒരു പ്രോജക്റ്റിനെ, ഇപ്പം ഒരു പ്രോജക്റ്റാണിത്, പല സ്കീംസ് അല്ല. അപ്പോൾ പ്രോജക്റ്റിനെ ഒന്നും അത് ബാധിക്കാൻ യാതൊരു വിധത്തിലുള്ള ഇതുണ്ടാകില്ല. കർഷകന് ലഭിക്കേണ്ടതും, പിന്നെ ഇതൊരു പ്രോജക്റ്റ് ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു. ഒരു ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 വർഷത്തെ ഞങ്ങളുടെ വലിയൊരു പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിൽ കൂടെയാണ് ഇതൊരു വലിയൊരു ഘടനയായിട്ട് മാറിയതും. ഇപ്പോൾ ഈ ഘടന ഇംപ്ലിമെൻറ്റിങ് സ്റ്റേജിലാണ്, കർഷകർക്ക് എത്തിക്കേണ്ട സ്റ്റേജിലാണ്. ഇപ്പോൾ റബ്ബർ റീപ്ലാന്റിംഗ് ആണെങ്കിലും റബ്ബർ പുനർനടീലിൽ ഇതിനകത്ത് വരുന്നുണ്ട്, അതിന് പൈസ കൊടുത്തു തുടങ്ങി. കാപ്പി തോട്ടം വികസിപ്പിക്കാനായിട്ടുള്ള അതിന് പൈസ കൊടുത്ത് തുടങ്ങാൻ പോകുന്നു. ഏലത്തോട്ടം വികസിപ്പിക്കാനായിട്ട് പൈസ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ എല്ലാം കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. ഇതിന് യാതൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് കർഷകർക്ക് വിശ്വസിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാറ്റം ഉണ്ടാവില്ല. ഈ എല്ലാ കാലത്തും കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവരെ വേണ്ട രീതിയിൽ ആരും അഭിമുഖീകരിക്കുന്നില്ല, ആ പ്രശ്നങ്ങൾ പഠിക്കുന്നില്ല, പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ദീർഘകാലമായിട്ടുള്ളതാണ്. അതിൽ സ്വാഭാവികമായിട്ടും കൂലി കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ അത് സംഭരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പൈസ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കർഷകരെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റഡി എന്നതുപോലെ നമ്മൾ കേരളത്തിൽ അതിനൊരു ഒത്തിരി സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂലിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കർഷകന് ഇതൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിലൊരു ബുദ്ധിമുട്ടില്ല. അവൻ്റെ ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക, ശരിക്കായിട്ടുള്ളൊരു മാർക്കറ്റിലേക്ക് എത്തിക്കുക, ശരിയായിട്ടുള്ളൊരു വില കിട്ടുക, ഇതായിരിക്കും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം. കർഷകൻ എപ്പോഴും ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് വിങ്ങിലേക്ക് അദ്ദേഹത്തിന് വലിയ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവത്തില്ല. അതായിരുന്നു ഞങ്ങൾ ആദ്യം അഡ്രസ്സ് ചെയ്തത്. അതായത് വാല്യൂ ചെയിനിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്ക് അവന് സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ നെല്ലായിട്ട് വിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് വില അധികം കിട്ടത്തില്ല. ഞാനൊരു അരിയാക്കി മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ വില വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാല്യൂ അഡീഷൻ ആയിരിക്കണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും ആവശ്യം. ഇപ്പോൾ കേരളത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ മതി എന്നാണ് കർഷകർ പലതും ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ വെള്ളരിയാണെങ്കിലും മത്തനാണെങ്കിലും ഇതെല്ലാം ഉണ്ടായി വരുമ്പോഴത്തേക്ക് ആ സമയത്ത് 5 രൂപ 4 രൂപയാണെങ്കിൽ ഇത് വിറ്റ് കഴിയും. കാരണം വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് അറിയില്ല. ഇതിനെ വാല്യൂ ആഡ് ചെയ്താനോ അല്ലെങ്കിൽ ഇതിനെ നാളൊരു ഒരു പ്രൈമറി പ്രോസസ്സിങ്ങോ സെക്കൻഡറി പ്രോസസ്സിങ് ചെയ്ത് നാളൊരു കാലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വില കിട്ടും എന്നുള്ളൊരു പ്രോസസ്സിനൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല.
അങ്ങനെ ഒരു ചിന്ത നമുക്കിതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കേരയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതായത് ആ വാല്യൂ ചെയിനിൽ ഞങ്ങൾ വാല്യൂ ചെയിൻ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. വാല്യൂ ചെയിൻ സ്റ്റഡീസ് മിക്കവാറും എല്ലാ ക്രോപ്പിലും ചെയ്യിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രൊഡ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുണഭോക്താവിൽ എത്തുന്നവരേക്കും അതിനകത്തുണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, പല ഇഷ്യൂസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇഷ്യൂസിൻ്റെ ഗ്യാപ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്സ് എല്ലാം നമ്മൾ പ്ലഗ് ചെയ്യുക എന്നുള്ളതാണ് കേരയിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഫി എടുക്കുകയാണെങ്കിൽ കോഫി പ്രോസസ്സിങ് ഇല്ല, കാപ്പിക്കുരു വിൽക്കുക, അത് എത്ര വില കിട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാപ്പിക്കുരുവിനെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പ്രോസസ്സ് ചെയ്തുകൂടാ? ആ പ്രോസസ്സ് ചെയ്ത സാധനം നമുക്ക് ഒരു നല്ലൊരു വിലയ്ക്ക് നമുക്കൊരു നല്ലൊരു ഏജൻറ്റിന് കൊടുക്കാൻ നല്ലൊരു ഒരു ബിസിനസ് പ്ലെയറിന് കൊടുക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള ഒരു മാറ്റം കൃഷി കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ കർഷകന് സ്വന്തമായിട്ട് ഇതൊന്നും വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കോമൺ പ്രോസസ്സിംഗ് സെൻറ്റർ തുടങ്ങിക്കൂടാ? അപ്പോൾ നമ്മൾ അതിനുള്ള സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കണം. ഏകദേശം 9 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 9 സ്ഥലത്ത് നമ്മൾ അഗ്രി ബിസിനസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏക്കറിൽ ആ കർഷകന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത് അതൊക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കും. ചിലപ്പോൾ അവിടെ ക്യാരറ്റോ ക്യാബേജൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? ക്യാരറ്റ് ചിലപ്പോൾ കൂടുതൽ വാഷ് ചെയ്യാനായിട്ടുള്ള മെഷീനായിരിക്കും വേണ്ടത്. ക്യാബേജ് ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രയർ ആയിരിക്കാം, ക്യാബേജ് ഡ്രൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വിൽക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആസ്പെക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ ഒരു കോമൺ പ്രോസസ്സിംഗ് സെൻറ്റർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ചെറിയൊരു യൂസർ ഫീ വെച്ചുകൊണ്ട് കർഷകൻ അവൻ്റെ പ്രോഡക്റ്റിന് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വാല്യൂ ആഡ് ചെയ്താൽ മാത്രമേ കേരളത്തിലെ കൃഷി ഈ മുന്നോട്ടുള്ള കർഷകൻ്റെ ഈ യാത്ര സുഗമമാവുള്ളൂ എന്ന് നമ്മൾ പല സ്റ്റഡിയിൽ കൂടെ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അത് പോരാഞ്ഞിട്ട് കർഷകർക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങൾ. ഇപ്പം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുരങ്ങ്, കാട്ടുപന്നി, മ്ലാവ്, അതുപോലെ തന്നെ ആന, ഇതൊക്കെ നമ്മുടെ കൃഷിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. കാരണം വെച്ചാൽ ഫോറസ്റ്റിൻ്റെ അടുത്താണ് നമ്മുടെ കൃഷി മേഖലകളെല്ലാം കിടക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇങ്ങോട്ടുള്ള യാത്രയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇതിനകത്തൊരു ഭാഗമാണ് കേരളയിൽ. ഞങ്ങൾ സ്റ്റാർട്ടപ്സിലെ കർഷകരുടെ പ്രോബ്ലംസ് അവതരിപ്പിക്കുകയാണ്. എല്ലാ ജില്ലകളിലും സ്റ്റാർട്ടപ്പിൻ്റെ കർഷകരുടെ ഇടയ്ക്ക് സ്റ്റാർട്ടപ്പ് കേസും എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കർഷകരുടെ ഇടയിൽ ചെന്നിട്ട് കർഷകരുടെ അടുത്ത് ചോദിക്കണം, നിങ്ങളുടെ എന്താണ് മെയിൻ ഇഷ്യൂ? അപ്പോൾ അവർ പറയണം, ഞങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്, ഈ പറഞ്ഞ പോലെ ലേബർ കിട്ടാനില്ല, നടാൻ ആളില്ല, തേങ്ങ പറിക്കാൻ ആളില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം അവർ പറയുകയാണ്. ഈ ഇഷ്യൂസിനെ സ്റ്റാർട്ടപ്പ് വഴി സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ഗോവയിൽ പോയപ്പം കണ്ടത് ഒരു ഡ്രോൺ പറക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, എന്തിനാണ് ഡ്രോൺ? സാറേ, ഞങ്ങൾ തേങ്ങ ഇടുന്ന ഇത് വെച്ചിട്ടാണ് ഡ്രോൺ ഉപയോഗിച്ചു. ഇതാണ് ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു മെഷീനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ ലേബർ ഇഷ്യൂ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും. തെങ്ങിൽ കയറുന്നത്, അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അവർ പറഞ്ഞത് ഈ മരുന്ന് തളിക്കുന്നത് പാടത്തായിരുന്നാലും പച്ചക്കറികളിലായിരുന്നാലും ആവശ്യമില്ലാതെ തളിക്കണ്ട, ആ ഡ്രോൺ ഡിറ്റക്റ്റ് ചെയ്യും എവിടെയാണ് പെസ്റ്റ് ഉള്ളത്, എവിടെയാണ് ഡിസീസ് ഉള്ളത്, അവിടെ മാത്രം പോയി തളിച്ചിട്ട് വരും. എത്ര പൈസ ലാഭിക്കാം, എത്ര ഈ പ്രകൃതിയുടെ ഉണ്ടാക്കുന്ന ദോഷം എത്ര മാറ്റാൻ സാധിക്കും. ആ സ്ഥലത്ത് മാത്രം സ്പ്രേ ചെയ്തിട്ട് അങ്ങ് പോവുക. ഇങ്ങനെയുള്ള ഒത്തിരി ഇൻ്റർവെൻഷൻസ് അവർ കൊണ്ടുവരുന്നു. ഇതിനെല്ലാം കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് കേരളയുടെ ഒരു മെയിൻ ഒരു എയിമാണ്. അതായത് 150 പ്രോഡക്റ്റ് 2030 ആകുമ്പോൾ കർഷകരുടെ കയ്യിൽ സ്റ്റാർട്ടപ്പിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാവണം. അത് എന്തൊക്കെ അഡ്രസ്സ് ചെയ്യും? വന്യമൃഗത്തിൻ്റെ അഡ്രസ്സ് ചെയ്യും, ലേബർ ഷോർട്ടേജ് അഡ്രസ്സ് ചെയ്യണം, പെസ്റ്റിസൈഡ് സ്പ്രേ അഡ്രസ്സ് ചെയ്യണം, ഇവൻ്റെ മാർക്കറ്റിംഗ് അഡ്രസ്സ് ചെയ്യണം. ഇതിനെല്ലാം വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പുകാരെ നമ്മൾ കൂടെ ചേർക്കുകയാണ്. സ്റ്റാർട്ടപ്പുകാർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയിലല്ല, അവർ കൂടുതലും മെഷീനറിസം അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള മേഖലയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം നല്ല സ്റ്റാർട്ടപ്സിനെയൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഡൊമൈനിലേക്ക് വരും, കൃഷി എന്ന് പറഞ്ഞ ഡൊമൈനിലേക്ക്. ഭയങ്കര സ്കോപ്പാണ് ഇവിടെ, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ റെട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒത്തിരി പേര് ഓൺബോർഡ് ആകുന്നുണ്ട്. 25 ലക്ഷം വെച്ച് ഞങ്ങൾ കൊടുക്കുകയാണ് സ്റ്റാർട്ടപ്പിന്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാം ഞങ്ങളുടെ കർഷകന്, അവന് ഫ്രീ ആയിട്ട് കൊടുക്കണ്ട, അവൻ വാങ്ങിക്കോളും. പക്ഷേ ഇപ്പോൾ കേരളത്തിലും ഇതുപോലെ ഡ്രോൺ ഉപയോഗിച്ച് തേങ്ങ ആയിട്ടില്ല. സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ മുതലെടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഇൻ്റർവെൻഷൻസ് ആണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേക്ക് കർഷകന് ഭയങ്കര ഉത്സാഹമാണ്. ഗോവയിൽ അത് സർക്കാരിൻ്റെ ഗോവ യൂണിവേഴ്സിറ്റി അത് പാറ്റൻ്റ് എടുത്തിട്ട് അവർ ചെയ്യുകയാണ്. അത് അഗ്രികൾച്ചറും അല്ല, ഗോവ യൂണിവേഴ്സിറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ കുട്ടികൾ ഇങ്ങനെ ഒരു സംഭവം, അതായത് അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ടെൻഡർ കോക്കനട്ട് കറക്റ്റായിട്ട് അടുക്കാം, കരിക്ക് വേണമെങ്കിൽ കരിക്ക് തടത്തിലും, തേങ്ങയാണ് വേണ്ടെങ്കിൽ മൂപ്പത്തിയ തേങ്ങ അത് അടുത്തിടും. അങ്ങനെയുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ പോയപ്പോഴത്തേക്കാണ് അതിൻ്റെ പൈലറ്റിംഗ് നടക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഗോവയിൽ പോയിരുന്ന സമയത്താണ് അതിൻ്റെ പൈലറ്റിംഗ് നടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സാറ് നല്ലൊരു സാധനമാണ്, ഇനി ഇന്ത്യ ഒട്ടൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഇൻ്റർവെൻഷൻസ് കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കേരളയിൽ നമ്മൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയൊരു വിശ്വാസമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂലിക്കൂടുതലിൻ്റെ വിഷയം
കൂലിക്കൂടുതലിൻ്റെ വിഷയം വന്ന സമയത്ത് കേരളത്തിലെ ചെറുപ്പക്കാർ പറമ്പിൽ പാടത്ത് നിന്ന് മാറി, അതുപോലെ മറുനാട്ടിൽ നിന്ന്, ഇപ്പം ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ആളുകൾ ഞാറ് നടാനും കൃഷിക്കുമൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അങ്ങോട്ടേക്ക് പോയി പിന്നെ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വലിയ ന്യൂസ് വരുന്നുണ്ട്. ഒരു വലിയ വിഷയമുണ്ട്. അത് കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എത്ര പേര് ശരിക്കും പറഞ്ഞാൽ ഈ കാർഷിക മേഖലയിൽ മറ്റ് സംസ്ഥാനക്കാരുണ്ട്? നമ്മുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 25 തൊട്ട് 30 ലക്ഷമാണ് അന്യ തൊഴിലാളിക്കാർ ഇവിടെ ഉള്ളത്. അതിനകത്ത് ഏകദേശം ഒരു 6 കൃഷിയിലല്ല, മൊത്തത്തിൽ അത് കൺസ്ട്രക്ഷൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ അതുപോലുള്ള സാധനങ്ങളാണ് കൂടുതൽ, ഹൈവേസും. ഏകദേശം ഒരു 6 ലക്ഷം, 5 തൊട്ട് 6 ലക്ഷം പേരെങ്കിലും കൃഷിയിൽ, 6 ലക്ഷം പേരോളം കൃഷിയിൽ നമ്മൾ ഉണ്ട്. ഈ പറയുന്നത് പോലെ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പറയാറുണ്ട്, ഇനി ഹിന്ദി പഠിച്ചാലേ കൃഷി ചെയ്യാൻ പറ്റൂ എന്നൊരു രീതിയാണ് ഇപ്പോൾ കൃഷിക്കാരന് വന്നിട്ടുള്ളത്. ഞാനൊക്കെ വളരെ രസകരമായി കണ്ടിട്ടുണ്ട്, കർഷകൻ ചാണകം ഇടാനായിട്ട് ഒരു ലേബറിൻ്റെ അടുത്ത് പറയുന്നത്. അവൻ ഹിന്ദിക്കാരനാണ്, ഇദ്ദേഹത്തിന് ചാണകത്തിൻ്റെ പേരറിയില്ല, ഹിന്ദി പറയാൻ അറിയില്ല. അപ്പോൾ ഇരുന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അത്. ഞാനത് വളരെ ഇതവിടെ കൗതുകത്തോടെ നോക്കിയത്, അയ്യോ ഒരു കർഷകൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു യാതനകളെന്നാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ തിരിച്ചു വരുന്നില്ല എന്നുള്ളത് പല സ്ഥലങ്ങളിലും. കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരെ പലരും പാക്കേജ് പോലെയാണ് കൃഷി വരുന്നത്. ഒരു 6 പശുവെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ 12,000 രൂപയാണ് അവൻ്റെ പാക്കേജ്. അത് നോക്കാനാണ്, പരിപാലിക്കാനായിട്ട്. പശുവിനെ പരിപാലിക്കും. അവന് ആവശ്യം മിനിമം 6 പശു വേണം എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ 2 പശു ആണെങ്കിൽ 12,000 രൂപ കൊടുക്കണം. പക്ഷേ 6 പശു ആണെങ്കിൽ 12,000 രൂപ എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. അത് അങ്ങനെയൊക്കെയാണ് ഈ അന്യ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം. ഇതൊരു ഗൾഫ്. പാടത്താണെങ്കിലോ? പാടത്തും ഇതുപോലെയാണ്. പാടത്ത് അവർക്ക് ഒരു ഏക്കറിനെന്ന രീതിയിലാണ് അവർ മേടിക്കുന്നത്. അവരുടെയൊക്കെ നടീലിൻ്റെ ഒരു രസകരമായ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ നടും പോലെയൊന്നുമല്ല അവർ നടുന്നത്. അവർ ലൈനായിട്ട് നിന്ന് നടുക, ചാടി അടുത്ത ലൈനോട്ട് വരിക, അങ്ങനെയൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. ബംഗാളി പാട്ടുകളും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കൂടെ നിന്നില്ല എങ്കിൽ അകലത്തിലൊക്കെ വയ്ക്കുക. അവർ വേഗം തീർത്തങ്ങ് പോവും, പക്ഷേ നമ്മൾ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഈ വരുന്ന ലേബേഴ്സ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കൃഷിയെ ബാധിക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പോൾ അവിടേക്ക് വേണം നമ്മൾ മെക്കനൈസേഷൻ, പുതിയ രീതിയിലുള്ള കൃഷി മാർഗ്ഗങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, ഇതെല്ലാം കൃഷിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷിക മേഖലയെ നവീകരിക്കുന്ന അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതായിട്ട്, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഗോവയിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ട ഒരു അനുഭവം എന്ന് വയ്ക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഡ്രോണുകൾ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ കൂടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എന്താണ് ഈ ഡ്രോൺ കൊണ്ട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, വേറെ ഒന്നും അല്ല സുരേഷ്, ഇത് തേങ്ങ അതുപോലെ തന്നെ കരിക്കടക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഡ്രോൺ വഴിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കയറാനായിട്ട് ആൾക്കാരില്ല, കിട്ടാനുമില്ല. ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുക, കരക്കാണെങ്കിൽ കരിക്കതടക്കുക, ഇല്ലെങ്കിൽ മൂപ്പത്തിയ തേങ്ങ അടക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പം ഈ രീതിയിൽ സാങ്കേതികമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു നാടാണ് മറ്റ് അയൽ സംസ്ഥാനങ്ങളെല്ലാം. അതുപോലെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒത്തിരി സാധ്യതകൾ ഉണ്ട്. അവിടെ ഇത് ഈ സാങ്കേതികവിദ്യ ആരാണ്? സംസ്ഥാന സർക്കാരാണോ? അത് യൂണിവേഴ്സിറ്റിയാണ്, ഗോവ യൂണിവേഴ്സിറ്റിയാണ് അത് പാറ്റൻ്റ് എടുക്കാനായിട്ട് പോകുന്നത്. പാറ്റൻസ് എന്നുള്ള സാധനത്തിലേക്ക് പോകുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ തിരക്കിയിട്ടില്ല. പക്ഷേ ദാറ്റ് ഈസ് യൂസിങ് വെൽ, നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. കൃഷിയുടെ കാര്യം പറയുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു കൊച്ചിക്കാരനായൊരു വ്യക്തിയാണ്. ഇപ്പോൾ ചേന്നമംഗലത്ത് നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ബസേൽ എലിയാഹു, അദ്ദേഹം അവിടുത്തെ ഒരു വലിയ കർഷകനായൊരു കഥ, അതിനെക്കുറിച്ച് സാറ് കേട്ടിട്ടില്ലേ? ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും പുറത്തോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ഇത് ഒരു മനുഷ്യന് ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോകാനായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെൻ്റൽ ബ്ലോക്സ് ഒക്കെ ഉണ്ട്. ഈ മെൻ്റൽ ബ്ലോക്സ് എപ്പോഴാണ് പുറത്തോട്ട് പോകുന്നത്? നമ്മളെ ഒരു വലിയ ഇവൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒത്തിരി സംസ്ഥാനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പുറം ലോകങ്ങളും ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, എവിടെ പോയി കഴിഞ്ഞാലും കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ മലയാളികളുണ്ട് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു അതിശയോക്തിയൊന്നുമല്ല. അതുപോലെ തന്നെയാണ് ഇസ്രയേലിൽ പോയിട്ട് റിസോഴ്സസ്, ഞാൻ നേരത്തെ പറഞ്ഞു, റിസോഴ്സസ് എവിടെ കുറവാണോ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്.
സ്വാഭാവികമായിട്ടും അവിടെയുള്ള റിസോഴ്സസ് വെള്ളത്തിൻ്റെ ഏറ്റവും പരിമിതിയാണ്. ആ ചെറിയ വെള്ളത്തിൽ നിന്നും ഒരു കാർഷിക വിപ്ലവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു നേട്ടവും ഈ പറയുന്ന പോലെ വിസ്മയം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഇസ്രയേലിൽ പോയി ഇങ്ങനെ ഒരു മാറ്റം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കേരളത്തിന് ഉള്ള ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുകയാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ. അത് കേരളത്തിൽ എന്തുകൊണ്ട് ഈ ഇസ്രയേൽ മോഡൽ ചെയ്തതുപോലെ എന്തുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്തുകൂടാ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം കൂടെയാണ്. അതിനുള്ളൊരു സാഹചര്യം കൂടെയാണ് നമ്മൾ ഇവിടെ ഒരുക്കി തരുന്നത്.